കോമളം കോജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരമോ ബ്രഹ്മ വസദ ഓം ക്ലീം ശ്രീകൃഷ്ണായ നമഃ. ഓം ശ്രീ പാർവതീ പരമേശ്വരായ നമഃ. ഓം ശ്രീ ഭുവനേശ്വരീ നമഃ. ഓം ശ്രീ ശരവണപ്രഭായ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. സകല കർമ്മങ്ങളെ ഭഗവതർപ്പണത്തെ ചെയ്യുക എന്നത് ഭാഗവതത്തിൻ ധർമ്മമല്ലോ. രാഗാദി അഭിമാനഹീനന്മാരായിക്കൊണ്ട് ഭഗവത് സേവാരതരെല്ലാം ഭാഗവതന്മാർ. നിത്യമല്ലാത്ത വസ്തു സത്യമായി തോന്നി അതിൽ നിത്യസംഗവുമായിട്ടിരിപ്പൂ മായാതത്വം. ഭഗവതുമായി അതിൽ നാശകാരണമായ ഭഗവത് ഭക്തിയോട് തൻ ഭക്തി ചിന്തനത്തെ അകമേ ഉണ്ടെങ്കിലോ മായേ ജയിച്ചിടാം. സകല തത്വജ്ഞാനമില്ല ജയം വര. സർവത്ര വ്യാപ്തമായ നിഷ്കള വസ്തു ബ്രഹ്മം നിർവാണാത്മകൻ പൂജ വേദതന്ത്ര സംയുതം ജഗൽക്കാരണം തുടങ്ങിയുള്ളതെല്ലാം ഭഗവാൻ തന്റെ അവതാരമെന്നറിയിച്ചു. സംസാരബന്ധം ഭക്തിഹീനരാം ജനത്തിന് സംസാര പരിത്യാഗം ഭക്തന്മാർക്കുള്ള ഗതി ധ്യാനമാം ഹൃദയുഗേ യജ്ഞമാം ത്രേതായുഗേ അർച്ചനം ദ്വാപരയിൽ കീർത്തനം കലിങ്കിൽ. ഇത്തരം മുനീന്ദ്രന്മാർ ചൊന്നവയെല്ലാം മുനിസത്തമെന്നാരതൻ പക്കൽ നിന്ന് ജ്ഞാനവും ഗൃഹീതനായി. ഇത്തരം മുനീന്ദ്രന്മാർ ചൊന്നവയെല്ലാം മുനിസത്തമെന്നാരതങ്കൽ നിന്ന് കേട്ട് അനന്തരം നാരദൻ പക്കൽ നിന്ന് ജ്ഞാനവും ഗൃഹീതനായി. പരമാ മോഹം നീക്കി തെളിഞ്ഞു വസുദേവൻ എന്നതിനന്തരം ബ്രഹ്മാദിദേവകളാൽ നന്നായി സ്തുത്യനായി മാധവനവരോടായരുളി ചെയ്തു. യദുകുലമാം ഭൂഭാരവും വിരവിൽ കളഞ്ഞു ഞാൻ വൈകാതെ വന്നിടുവൻ എന്നരുൾ ചെയ്ത് അവരെ അയച്ചു. പിന്നെ കണ്ട ദുർനിമിത്തങ്ങൾ കൊണ്ട് രാമനുമായി പറഞ്ഞു, നന്ദനന്ദനൻ ജഗന്മംഗലൻ യദുകുലം തന്നുടെ നാശത്തിനും തൻ ദേഹനാശത്തിനും ആശയമോ തന്നിൽ കൽപ്പിച്ചുറച്ച് വസിക്കുന്നോരീശനാം കൃഷ്ണൻ തന്റെ ആരംഭം കണ്ട നേരം ഭഗവൻ ഭക്തനാമുദ്ധവൻ എന്നെ കൂടി ഭഗവൻ ലോകത്തേക്ക് കൊണ്ടെഴുന്നള്ളുക
പറഞ്ഞൊരു ഉദ്ധവനോട് അരുളി ചെയ്തു, നീയും അറിയ, ദേഹാദികളാകിയ പ്രപഞ്ചങ്ങൾ മായയാൽ മയമെന്നതറിഞ്ഞു സമബുദ്ധ മായാവിച്ഛിന്ന ബോധാൽ സഞ്ചരിച്ചാലും കേട്ടോ. എന്നതു കേട്ട നേരം ഉദ്ധവരുടെ ചോദ്യം, മുന്നമേ സംഘം കളഞ്ഞിടുവാൻ എന്തുപായം? ലോകതത്വത്തെ വിമർശിക്കാൻ സംഘങ്ങൾ പോവാം. ഇതിനവധൂതയത് സംവാദമെല്ലാം വഴിയെ അരുൾ ചെയ്ത നേരം ഉദ്ധവർ ചോദ്യം, വിഷയങ്ങളിൽ വർത്തിച്ചിരുന്ന ദഹിക്കുക, വിഷയങ്ങളാൽ ബന്ധമുണ്ടാകും വിവരവും അരുൾ ചെയ്യുക എന്നു കേട്ടു. ബന്ധമോക്ഷങ്ങൾ ഭേദാകരും മോക്ഷം വിദ്യ, ബന്ധം അതാ വിദ്യ. വിദ്വാൻമാരായ മഹത്തുക്കളാരെന്ന് ചൊല്ലുക, വിദ്വാൻമാർ ജിതേന്ദ്രിയന്മാരായി ഭാഗവതന്മാരായി ബോധികളായി ലോകാനുഗ്രഹപരരായവർ മഹത്തുക്കളെന്നറിഞ്ഞിടൂ നീയോ. ഭക്തിയാകുന്നതേത് എന്നുദ്ധവർ ചോദിച്ചപ്പോൾ, ഭക്തിയായത് മനോവാക്കുകായങ്ങളാലും യാതൊരു പ്രകാരവും സർവവും സദാകാലം യാതൊന്ന ഭഗവാങ്കൽ ഭക്തിയാൽ ചെയ്യുക തന്നെ ഭക്തിയാകുന്നത്. അതുകൊണ്ട് മോക്ഷവും വരൂ